നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുങ്ങിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോനിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ. ഉൾത്താരിലെ നോവല നീക്കിടും കാരുണ്യമേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും പേരായോളേ മറിയേ. യെരൂശലേം നടയിൽ തോമയിൽ പൂവിടും മാതൻ ഉമ്മപ്പൂവേ, പരിമളം സകല മാനവ മാനസമാകെയും പൂവുന്നോളേ. കന്യേ മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി ഒരു മാസത്തെ ഭക്തിപൂർവമായ ജപമാലയ്ക്ക് അവസാനമാവുകയാണ് ഇന്ന്. എങ്കിലും ജപമാല സമർപ്പണം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അവസാന ദിവസത്തിൽ, ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മൾ ഒരു അജഗണമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഞാൻ ഭക്തിപൂർവം സ്നേഹപൂർവം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു തീർത്ഥാടനത്തിൻ്റെ സമയമാണ് ഒക്ടോബർ മാസമെന്ന് നമുക്കറിയാം. വിവിധ നിയോഗങ്ങൾ ചേർത്തുകൊണ്ട്, വിവിധ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട്, പരിഹാരം അനുഷ്ഠിച്ച് ഒക്കെയാണ് ഈ 30 ദിവസത്തെ തീർത്ഥയാത്രയ്ക്ക് നമ്മൾ അവസാനമാക്കുക.
പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് കുരിശ് വരയ്ക്കാൻ പഠിച്ചു. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അർപ്പിക്കാൻ പഠിച്ചു. അതിനുശേഷം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അതിനുശേഷം എത്രയും ദയുള്ള മാതാവേ. ഇതാണ് എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന എൻ്റെ ബാല്യകാലം. നമ്മളുടെ ഒക്കെയും ഓർമ്മകളിൽ ഇങ്ങനെ ഓരോ അവസ്ഥയിലൂടെ നാം കടന്നു പോയിട്ടുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരു ആയുധമാണ് ജപമാലയെന്ന് നമ്മളിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ സാധിക്കും? നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ നല്ല ഒരു ആയുധം. നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഈ ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന് ഏതാണ്ട് 13 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. 13-ാം നൂറ്റാണ്ട് വരെയൊന്നും നമ്മൾ ഇന്ന് ചെല്ലുന്ന ജപമാലകൾ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ചില ദിവസങ്ങൾ, ഞാനില്ലാതിരുന്ന ദിവസങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് അനുഗ്രഹവും ഒരു സന്ദേശവും നൽകുന്നതിനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മേരി മാതാവേ, എന്നെ നൊന്തുപറ്റ അമ്മയാണ്. നിന്നെക്കുറിച്ചും എൻ്റെ രക്ഷകനായ യേശുവിനെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ അമ്മയുടെ കണ്ണുനീരു നിറഞ്ഞ കണ്ണുകളിൽ, അവൾ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗഭാരങ്ങളിൽ വ്യാകുല മാതാവേ, നിന്നെ ഞാൻ നേരിട്ട് കണ്ടത് ഓർക്കുന്നു.